നമസ്കാരം. ഇപ്പോൾ സമയം നട്ടപ്പാതിരാത്രിയാണ്. പൊതുവെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങുന്ന ഒരാളാണ്. പക്ഷേ ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു ഫീൽ ഗുഡ് നമ്മളെ വിട്ടുപോകില്ല. മനസ്സിലിങ്ങനെ ഒരു സുഖമുള്ള നോവായി കിടക്കും. അത്തരമൊരു അനുഭവത്തിലൂടെയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. ആ ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഫീൽ ഉള്ളിലൊതുക്കി കിടക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഉറക്കത്തു നിന്ന് എഴുന്നേറ്റ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ ഈ ക്യാമറ ഓൺ ചെയ്ത് ഈ 'ചിന്ന ചിന്ന ആസை' എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒരു 50, 60 വയസ്സ് പ്രായമുള്ള 2 മനുഷ്യർ, മാധവൻ മാഷും ലീലയും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും വാരണാസി എന്ന് പറയുന്ന വിശുദ്ധ നഗരത്തിൽ വച്ച് കണ്ടുമുട്ടുകയാണ്. ഒടുവിൽ 2 പേരും 2 വഴിക്ക് പിരിഞ്ഞു പോകേണ്ടവരാണ് എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ തങ്ങൾക്ക് കിട്ടിയ ആ ഒരു രാവും പകലും അവർ പരസ്പരം ആസ്വദിക്കുകയും സ്നേഹിക്കുകയുമാണ്. സിനിമ പൊതുവെ വളരെ സ്ലോ പേസിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ആ സ്ലോ പേസിലൂടെയും നമ്മളെ ഒപ്പം നിർത്തുവാനും മനസ്സ് നിറയ്ക്കുന്ന ഒട്ടനവധി ക്യൂട്ട് മൊമെൻറ്റുകൾ ഉണ്ട് സിനിമയിൽ. സിനിമയിൽ വാരണാസിയെ എന്തൊരു ഭംഗിയായിട്ടാണ് കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബഹളങ്ങളൊന്നുമില്ലാത്തൊരു വാരണാസി. ശാന്തസുന്ദരമായിട്ടുള്ള ഒരു വാരണാസിയെ ക്യാമറ നന്നായിട്ട് തന്നെ പകർത്തി വെച്ചിട്ടുണ്ട്. ഇന്ദ്രൻ സേട്ടൻ്റെ മാധവൻ മാഷ് അങ്ങേര് അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്ന് തോന്നുന്നു. അദ്ദേഹം അഭിനയിച്ചതാണോ? അതോ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ ലീലയായിട്ട് വന്ന മധുപാൽ ഭൂതകാലത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച ലീലയുടെ ഓരോ ഭാവമാറ്റങ്ങളും വളരെ ഗംഭീരമായിട്ട് തന്നെ സ്ക്രീനിലെത്തിച്ചിട്ടുണ്ട്. ഈ 2 പേരും കൂടി മത്സരിച്ചിട്ട് ഈ സിനിമയെ ആഹ്, ജീവിച്ച് കാണിപ്പിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പ്രണയം എന്നത് ഒരു വലിയൊരു പെയിൻഫുൾ ആണ്. അത് മനുഷ്യനെ ഒരുപാട് അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വികാരമാണ് എന്ന് ഈ സിനിമ എവിടെയൊക്കെയോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരാത്തത് എന്ന് തോന്നുന്നു. എനിക്ക് ഈ സിനിമ നൽകിയ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, പ്രണയമെന്ന് പറയുന്നത് കൗമാരത്തിലോ യൗവനത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അതിന് പ്രായത്തിൻ്റെ അതിരുകളില്ല. ആ പ്രണയം അനുഭവിച്ചറിഞ്ഞാൽ അതൊരു വലിയ അനുഭവമാണ്, സന്തോഷമാണ്. അതിലേറെ ഒരിക്കലും മായാത്ത ഒരു നോവ് കൂടിയാണ് എന്ന് സിനിമ അടിവരയിടുകയാണ്. മനസ്സിനെ സ്പർശിക്കുന്ന ഒരുപാട് മൊമെൻ്റ്, ഉള്ളിൽ നല്ലൊരു മനസ്സ് ഉണ്ടെങ്കിൽ പ്രണയത്തെ കണ്ടെത്താൻ കഴിയും എന്ന് ഈ സിനിമ എവിടെയൊക്കെയോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഉള്ളിൽ നല്ലൊരു നോവ് ബാക്കി വെച്ച് ആ ഒരു സിനിമ 'ചിന്ന ചിന്നാസയെ' നിങ്ങൾ ഉറപ്പായും കാണണം. നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ നിങ്ങളുടെയും കൂടി ചിലപ്പോൾ ജീവിതമായിരിക്കും ചിലപ്പോൾ ഇന്ദ്രൻസും മധുപാലും ജീവിച്ച് കാണിച്ചത് എന്ന് തോന്നുന്ന ഒരു ഫീല്, പ്രത്യേകിച്ച് 19 കിഡ്സിൻ്റെയൊക്കെ ലൈഫിലൊക്കെ അനുഭവിക്കുന്ന ചില സാധനങ്ങൾ, പല സാധനങ്ങളുമുണ്ട്. ഇതിൽ ചെറിയൊരു റോളിൽ കൂടി ഒരു ആൾ വന്നിട്ട് ജസ്റ്റ് ഒരു കുടം ഉടഞ്ഞു പോകുന്നൊരു സീനുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കാണിക്കുന്ന ജസ്റ്റ് അദ്ദേഹത്തിന് സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്നത് വെറും 3 മിനിറ്റിനകത്ത് മാത്രമുള്ള ഒരു സ്ക്രീൻ സ്പേസുള്ള ഒരു വ്യക്തി വന്ന് കാണിക്കുന്ന ഒരു ഫീല്, അത് മറ്റൊരു പെയിനാണ്. ഓക്കെ, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എനിക്ക് ഉറക്കം വരാത്തതുകൊണ്ട് മാത്രം എഴുന്നേറ്റ് നിന്ന് റിവ്യൂ ചെയ്യുന്നതാണ്. താങ്ക് യു.